ഇന്ന് നമുക്ക് ചടപട എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അങ്ങനെ കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും, അതായത് 2 പച്ചമുളകും, ഒരു ഇഞ്ചിപ്പൊട്ടും, കുറച്ച് കുരുമുളകും, കുറച്ച് വലിയ ജീരകം കൂടി അങ്ങോട്ട് ഇടും. ഇതൊക്കെ ഞാൻ ഇടാൻ പറഞ്ഞ ചട്ടിക്കലട്ടോ, ചെറിയ മിക്സിൻ്റെ ജാറൊക്കെ ഇടട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് പേസ്റ്റ് ആക്കി. പേസ്റ്റ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഈ രൂപത്തിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയും 2-3 സവാള, അതും കുറച്ച് വലുത് തന്നെ എടുത്തോ. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതാ ഈ ഒരു മസാലയ്ക്ക് അങ്ങോട്ട് ഇടുക കേട്ടോ. ഇനി ബാക്കി പരിപാടികൾ കുറച്ച് അങ്ങോട്ട് ഉപ്പ്, ഈ ഉപ്പിൻ്റെ ഒന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ ഏകദേശം ഒരു പാകത്തിനാണ് ഇട്ടോ. അതൊക്കെ പിന്നെ ഏകദേശം നമുക്ക് അറിയാവുന്ന തന്നെയാണല്ലോ. ഇനി മഞ്ഞപ്പൊടി, മുളകും പൊടി ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഈ മഞ്ഞൾ മുളകൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇടാം. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഒന്നും കൂടെ വതറി കൊടുക്കാം കേട്ടോ. ഈ ഒരു മല്ലിപ്പൊടി നിങ്ങളെ ഇഷ്ടത്തിന് ഇടണ്ടാട്ടോ. നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാകാവില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ആ ഒരു അളവിന് ഇട്ടാൽ മതി. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇടാം. ഇനി ഒരു 4 ഏലക്കായും 4 ഗ്രാമ്പും കൂടെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അതിലൊന്ന് ഇടട്ടെ. ഒന്ന് കുത്തി ചതച്ചിട്ട് അതിലൊന്നിട്ട് ഇനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെള്ളം ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ? എടോ നമ്മൾ പാചകത്തിന് പച്ചവെള്ളം എടുക്കുക. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയല്ലോ. ഇനി നമ്മുടെ ഗ്യാസ് അടുപ്പിക്കാണ് വെക്കുക. നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കട്ടെ. തിളപ്പിക്കുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ പീസ് ഇങ്ങനെ ഗണഗണഗണയായിട്ട് ഇട്ട് കൊടുക്കുക. പോരട്ടോ, തീർന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവം അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി അങ്ങോട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ആ ഒരു മിക്സിലേ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ അതികൊണ്ട് പിടിക്കും. അടച്ച് വെച്ച് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു വേവൊക്കെ അറിയാനാവുമല്ലോ. അപ്പോൾ കുറച്ചധികം നേരം സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തോ. നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ആരോടും പറയണ്ട കേട്ടോ. ഏത് പൊട്ടനും വെക്കുക. കാരണം വാട്ടും വളമ്പും അടിക്കും പരത്തൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് എല്ലാ പൊടിയുടെ ജസ്റ്റ് ഒന്ന് വേവിക്കുക. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഈ ചിക്കൻ കൊണ്ട് എന്താണ് കാര്യമുണ്ട്? ഞാനിത് മാത്രമല്ല വെച്ചിരിക്കണത്. ഇതിക്ക് അടിപൊളി തേങ്ങാച്ചോറും കൂടെ വെച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ? അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറും അടിപൊളി ചിക്കൻ കറിയും കൂടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടെ ഒരു പപ്പടം ഉണ്ട്. അതല്ലേ അതിൻ്റെ ഒരു ഇത്. എന്നാൽ പിന്നെ ഓക്കെ ശരി കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കൂലല്ലോ. കൂടെ തന്നെ കമൻറ്റ് മറക്കണ്ട കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ നിൽക്കണ്ട.